ഹായ് ഫ്രണ്ട്സ്, അനൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ആ നെക്ക് കട്ട് ചെയ്ത് എത്രയാണോ അതിനനുസരിച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ നെക്കിന് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് 6.5 നെക്ക് വൈഡ് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. അപ്പം നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത അവിടെ നിന്ന് ഇതുപോലെ 2.5 ഇഞ്ച് മാറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തുണി എടുക്കുകയാണെങ്കിൽ ഒരു 1/2 മീറ്റർ മതിയാവുമായിരിക്കും. ഇതിൻ്റെ ബാലൻസ് തുണിയെ നമുക്ക് നമ്മുടെ സ്ലീവിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കഴുത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ്. ഇനി നമുക്ക് അതിനെ പൈപ്പിംഗ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് തുണി ഇതുപോലെ ക്രോസ് ആയിട്ടിട്ട് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നല്ല വശത്ത് നമ്മുടെ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നല്ല വശത്ത് വച്ചിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം. ഒരുപാട് വലിച്ച് പിടിച്ച് തയ്ക്കരുത്. ക്രോസ് പീസ് തയ്ക്കുമ്പോൾ നമ്മുടെ തുണിയുടെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചീത്ത വശത്തോട്ട് ഇതുപോലെ വച്ചിട്ട് അതിൻ്റെ ആ പൈപ്പിങ്ങിൽ സ്റ്റിച്ച് വീഴാതെ പൈപ്പിംഗ് നമുക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം നൈസായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും ഒരു ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കഴുത്തിൽ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ക്രോസ് പീസിൻ്റെ ബാലൻസ് കുറച്ച് തുണിയുണ്ട്. അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് നല്ല വശം ഇതുപോലെ വച്ച് ചീത്ത വശം ചേർത്ത് ഇതുപോലെ മടക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിൻ്റെ സെൻറ്റർ പാർട്ടിൽ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് സെൻറ്റർ. ഇനി ഈ 2 സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ആ 2 സെൻറ്ററും ഇതുപോലെ വച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് ഫുള്ളായിട്ടും ടോപ്പിൽ വെച്ച് തയ്ച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ പൈപ്പിംഗ് ചെയ്ത ആ പീസും ടോപ്പുമായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് നമ്മുടെ പൈപ്പിങ്ങിൽ സ്റ്റിച്ച് വീഴാതെ ഇതുപോലെ തയ്ച്ചെടുക്കണം.
അപ്പോൾ ദാ ഇതുപോലെ നമ്മുടെ നെക്ക് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മുടെ കഴുത്ത് വരുന്നത്. അപ്പോൾ ദാ ഈ ഭാഗത്ത് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട് ക്രോസ് പീസ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നേരത്തെ വെച്ച ക്രോസ് പീസിന് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് കഴുത്ത് ഭാഗത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സാധാരണ രീതിക്കുള്ള പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല വശം ഇതുപോലെ വയ്ക്കണം. ക്രോസ് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ വച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല. നേരത്തെ തയ്ച്ചതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പൈപ്പിംഗ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്